ഹലോ ഓൾ, വെൽക്കം ടു എക്സാം മൈ ലേണിംഗ്. ഇന്ന് എൻ്റെ കൂടെ അജ്മൽ സാർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായിട്ട് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജ്മൽ സാറിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും അതിൻ്റെ റെസ്പോൺസുകളൊക്കെ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് യൂട്യൂബിലാവട്ടെ ഈവൻ മീഡിയയുടെ മുന്നിലേക്ക് എത്തിച്ചതും അജ്മൽ സാർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചും അതിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കുട്ടികൾക്ക് ആൻസർ ഇല്ല, കൺഫ്യൂഷനിലാണ്, പലരും പ്രൊട്ടസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ അജ്മൽ സാറിൻ്റെ ചാനലിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകളും പിന്നെ കുട്ടികളുടെ ഫീഡ്ബാക്കുകളൊക്കെ കണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇപ്പം ഈ റിസൾട്ട് കേട്ട സമയത്ത് വലിയൊരു ആരോപണം എന്ന് പറയുന്നത് എക്സാം പേപ്പർ ലീക്കായി എന്നുള്ളത് തന്നെയാണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഫൈനൽ റീസൺ ആയിട്ട് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ എക്സാം പേപ്പർ ലീക്കായി എന്നുള്ളതാണ്. എത്രത്തോളമാണ് ശരിക്കും ഈ ഒരു ലെവലിൽ നടക്കുന്ന എക്സാം ലീക്കാവാനുള്ള ഒരു സാധ്യത? കാരണം 24 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ എഴുതുന്ന ഒരു എക്സാം, ഇന്ത്യ മാത്രമല്ല പുറത്തും സെന്റേഴ്സ് ഉണ്ട്, അത് ശരിക്കും ലീക്കാവുക എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? അത് എന്താ ആ ഒരു എക്സാമിന്റെ ഒരു സ്കെയിൽ തന്നെയാണ് ഇതിനെ ലീക്കാക്കാനുള്ള പോസിബിലിറ്റി ആക്ച്വലി കൂട്ടുന്നത്. 4000-ലധികം സെന്റേഴ്സ് ഉണ്ട്. വലിയൊരു പ്രോസസ്സിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അതായത് ഒരു ടീം ഓഫ് ആളുകൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ട് ഇത് വേരിയസ് ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വേരിയസ് പ്രസ്സുകളിലോട്ട് പോകുന്നുണ്ട്. വേരിയസ് ലാംഗ്വേജുകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് വേരിയസ് പ്രസ്സുകളിലോട്ട് പോകുന്നുണ്ട്. ലീക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ദർ ഈസ് എവറി പോസിബിലിറ്റി. ഓക്കെ, അത് ഈ വർഷത്തെ മാത്രമല്ല, ഈ ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാം ലീക്ക് ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി കുറച്ചുകൂടി കൂട്ടുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് അത് ഒരു ലാർജർ സ്കെയിലിൽ വരാൻ തീർച്ചയായിട്ടും ഒരു പ്രോബിലിറ്റി ഉണ്ട്. ആ പ്രോബിലിറ്റി നമുക്ക് ഒരിക്കലും നിരാകരിക്കാൻ സാധിക്കില്ല. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആലോചിച്ച് നോക്കാം. അവരിലൂടെ ഇനി ഒരു പ്രിന്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ അല്ലെങ്കിലും അവരിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പുറത്തെത്താനുള്ള സാധ്യത ഉണ്ട്. ഡെഫിനറ്റ്ലി സാധ്യത ഉണ്ട്. ഒരുപാട് ആളുകൾ ഇതിന്റെ ഇടയിൽ ഇൻവോൾവ് ആണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് എന്റെ ഒരു സ്ട്രോങ്ങർ ഒപ്പീനിയൻ നീറ്റ് ഓൺലൈനിലോട്ട് മാറണം എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഒഴിവാക്കാൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഓൺലൈനിലോട്ട് നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, ഇപ്പം NTA നെയാണ് എല്ലാവരും തെറി വിളിക്കുന്നത്. NTA വലിയൊരു ഫ്രോഡാണ് ഇവിടെ ചെയ്തത്, വലിയൊരു സ്കാം ആണെന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് NTA അത്രയും ആളുകൾ ആരോപിക്കാനും ഇതൊരു ഈ വർഷത്തെ നീറ്റ് കംപ്ലീറ്റ് ഈ ഒരു സ്കാം ആണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ പറഞ്ഞതാണ്, എന്നാലും വളരെ ക്വിക്കായിട്ട് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവുകയും ചെയ്യാം. ഒന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതില് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് എൻ്റെ പൊതുവെയുള്ള ഒരു സ്റ്റൈലല്ല. വെറുതെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുക, കാടടച്ച് വെടിവെക്കല്ല. NTA പുറത്തുവിട്ട അവരുടെ ഒരു റിസൾട്ട് അനാലിസിസ്, ഒഫീഷ്യൽ അനാലിസിസ് ഉണ്ട്. അതിൽ അവർ 67 ആളുകൾക്കാണ് മുഴുവൻ മാർക്ക് കൊടുത്തത്. ഓക്കെ, പേപ്പർ മേ ബി ഈസിയർ ആവാം, കുട്ടികളുടെ കോമ്പിറ്റൻസി കൂടിയിട്ടുണ്ടാവാം, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അവർ 67 ആളുകൾക്ക് മുഴുവൻ മാർക്ക് കൊടുത്തു. അതിൽ 62 മുതൽ 69 വരെയുള്ള ആളുകൾ അവരുടെ സീരിയൽ നമ്പർ നോക്കിയാൽ ഒരേ സെന്ററിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഹരിയാനയിൽ നിന്ന്. അതേപോലെ ഗുജറാത്തിൽ നിന്ന് ഇതേ ഒരു പാറ്റേൺ 3 ആളുകൾക്കും, അതേപോലെ കർണാടകയിൽ നിന്നൊക്കെ ഈ പാറ്റേൺസ് ആക്ച്വലി ആവർത്തിക്കുന്നുണ്ട്. ഇത് എങ്ങനെ പോസിബിൾ ആവുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, അവിടെ ചില ആളുകൾക്ക്, അത് അവരുടെ റിപ്പോർട്ടിൽ തന്നെ 718 മാർക്ക് കിട്ടി. SC കാറ്റഗറിയിൽ അവരിട്ട് അവർ പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്ത് ആ കോൾ ഒഴിവാക്കിയിട്ട് 718 മാർക്ക് എങ്ങനെ കിട്ടിയെന്നതിന് അന്നേ ദിവസം തന്നെ വൈകിട്ട് NTA ഇത് ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. ഓൺ വാട്ട് ബേസിസ്, എത്ര മാർക്ക് കൊടുത്തു, എത്ര ആളുകൾക്ക് കൊടുത്തു, എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്തത്? 10 മാർക്ക് കൊടുത്തോ, 100 മാർക്ക് കൊടുത്തോ, അതല്ലെങ്കിൽ അവർക്ക് 3 മണിക്കൂറിൽ അരമണിക്കൂർ നഷ്ടപ്പെട്ടില്ല, 6-1 മാർക്ക് അവർക്ക് ഫ്രീ ആയി കൊടുത്തോ? അറിയില്ല. അത് ഇനി ഗ്രേസ് മാർക്ക് കിട്ടിയത് ആർക്കാ? 718 എന്ന് പറഞ്ഞാല് ഈ ടോപ്പേഴ്സിലാണ് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. വാട്ട് ബേസിസ്, എന്താണ് അതിനുള്ള കാരണം? ഓക്കെ, ഈ ചോദ്യം ഉണ്ട്. അതേപോലെ തന്നെ എക്സാം ഇത്ര ജൂൺ 14-ാം തീയതി പുറത്തു വിടേണ്ട റിസൾട്ട് എന്താണ് ഇത്ര നേരത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ അന്നേ ദിവസം പുറത്തു വിടാനുള്ള കാരണം എന്താണ്? ദീസ് ക്വസ്റ്റ്യൻസ് ഹാവ് ടു ബി ആൻസർഡ് ബൈ NTA. ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ 718, 719 കിട്ടിയത് പെട്ടെന്ന് എല്ലാവരും നോട്ടീസ് ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഇപ്പൊ 650 മുതൽ ആർക്കൊക്കെ എത്ര ആൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ആൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല അറിയില്ല. എന്ത് ബേസിലാണ് കൊടുത്തത്? ഇവിടെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടില് സിസ്റ്റത്തിന്റെ എറേഴ്സ് മൂലം, അതേപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സിന്റെ പ്രശ്നം മൂലം, പല കാരണങ്ങളാൽ എക്സാം വൈകിയ ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊരു മെഷറാണ്, അതിനുള്ള എന്ത് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് NTA കൊടുത്തിട്ടുള്ളത്? ഇത് ഒരു അക്കൗണ്ടബിലിറ്റിയുടെ, ട്രാൻസ്പെറൻസിയുടെ വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ ഈ 6 ടോപ്പേഴ്സ് ഒരൊറ്റ സെന്ററിൽ വന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റിയുടെ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 4097 സെന്റേഴ്സില്
25 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷയിൽ ഞാൻ ChatGPT കണക്ക് കൊടുത്തിരുന്നു. എത്ര ആളുകൾ ഇങ്ങനെ 67 ആളുകൾ ഒരേ സെന്ററിൽ നിന്ന് ടോപ്പ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അതൊരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം 2.83 × 10⁻⁻21 ആണ്. അതായത് ലോകത്തുള്ള മുഴുവൻ മണൽത്തരികളും എടുത്താൽ അതിനൊരു സ്പെസിഫിക് മണൽത്തരി എടുക്കാനുള്ള ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ആകെ 67 ടോപ്പേഴ്സിൽ 6 പേരും പാരലൽ യൂണിവേഴ്സുകളൊക്കെ വേണ്ടി വരും അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. ഒരൊറ്റ സെന്ററിൽ നിന്നിട്ട് 6 ടോപ്പേഴ്സ് വരാന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് നോട്ട് ജസ്റ്റ് ടോപ്പേഴ്സ്, എല്ലാവർക്കും ഒരേ മാർക്ക് വരിക. അവര് വളരെ ജെന്യൂൻ ആയിട്ടാണ് ഈ പരീക്ഷ ഇത് എന്നുള്ളതിന് പ്രോബിലിറ്റി വളരെ കുറവാണ്. അതിൽ ഞാൻ നോട്ട് ചെയ്ത കാര്യം, അപ്പൊ നമ്മളൊക്കെ IIT പഠിച്ച ആൾക്കാരാണ്, നമുക്കറിയാം എല്ലാ നോർത്ത് ഇന്ത്യൻസിന്റെ നെയിമിന്റെ ഒരു പാറ്റേൺ നമുക്കറിയാം. ഒരു സിംഗിൾ നെയിം സർനെയിം ഇല്ലാത്ത ഒരു നെയിം വളരെ കുറവാണ്. ഇതിൽ 8 ൽ 7 ആളുകൾക്കും സർനെയിം ഇല്ല. വാട്ട്സ് ദ തിങ്? ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ PDF കണ്ടാൽ തന്നെ അറിയാം. ആൻഡ് ഫൈനലി എനിക്ക് തോന്നുന്നത് കുറച്ച് ഡീറ്റെയിൽസ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു PDF അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആർക്കായാലും സംശയങ്ങൾ തോന്നാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക്. ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +2 നമുക്കറിയാം ആർട്സിനും അതുപോലെ സ്പോർട്സിനും ശാസ്ത്രമേളക്കൊക്കെ പോകുന്ന ആളുകൾക്ക് കിട്ടിയിരുന്നതാണ് ഗ്രേസ് മാർക്ക്. ഇവിടെ അത് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക്. അപ്പൊ അതും അഗെയിൻ പ്രശ്നമാണ്. എന്താണ് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള മാനദണ്ഡം? അതിന് അവർ NTA അവരുടെ ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ പറയുന്നത് 2018 കോടതി വിധിയാണ്. 2018 നീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോടതി വിധി ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ക്ലാറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ലീഗൽ ഇഷ്യൂവിൽ കോടതി കൊടുത്തിട്ടുള്ള ഒരു വിധിയാണ്. അതെടുത്ത് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്ത നീറ്റിൽ അപ്ലൈ ചെയ്തു. അത് എങ്ങനെ അപ്ലൈ ചെയ്തു? എത്ര ആളുകൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു? സെന്റർ വൈസ് ആണോ കൊടുത്തത്? അപ്പോൾ ചില റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഹരിയാനയിൽ ഇന്ന സെന്റേഴ്സിൽ എന്തുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറി കൊടുത്തു. അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ട് ഡമ്മി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു, എന്നിട്ട് തിരിച്ചു വാങ്ങി. അവർക്കാണോ ഗ്രേസ് മാർക്ക് കൊടുത്തത് ആണോ എന്ന് മറുപടി പറയേണ്ടതുണ്ട്. ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് ഫുൾ മാർക്ക് ആക്കിയതാണോ ഈ ആളുകളാണോ അറിയില്ല. അതൊന്നും കോറിലേറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഡാറ്റ ഇല്ല. ഇതൊന്നും അല്ലാതെ വേറെ ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തു? റൈറ്റ്, എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നിങ്ങൾ എങ്ങനെയാണ് ആ ടൈമിനെ മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇത് ഭയങ്കര അനീതിയാണ്. ഇത് എല്ലാ കുട്ടികളോടുള്ള പച്ചയായിട്ടുള്ള അനീതിയും തോന്നിവാസമാണ്. 100% അൺഫെയർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഷോക്ക്ഡ് ആയത് ആ ഒരു PDF ഞാൻ കണ്ടപ്പോൾ തന്നെ ഫുൾ നോക്കി. അതിൽ 67 ആളുകൾക്ക് ഫുൾ മാർക്ക്. അപ്പം നീറ്റ് എഴുതുന്ന ഒരു കുട്ടിയുടെ അൾട്ടിമേറ്റ് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയിംസ് ഡൽഹി പോയി പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഡ്രീം നമ്പർ 1 എന്ന് പറയുന്നത്. ഫുൾ മാർക്ക് വാങ്ങുന്നതിൽ കൂടുതൽ എന്താണ് ഞാൻ കുട്ടികൾ ചെയ്യാനുള്ളത്? നമ്മൾ ഗ്രേസ് മാർക്കൊക്കെ മാറ്റി നിർത്തി 67 ആളുകളും ആക്ച്വലി ഫുൾ മാർക്ക് സ്കോർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. അവർക്ക് എല്ലാവർക്കും നീറ്റ് എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ എന്താണ് ഞാൻ കുട്ടികൾ ചെയ്യേണ്ടത് കൂടുതലും? അൾട്ടിമേറ്റ്ലി ഇത് ഈ പരീക്ഷ ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് എ ജോക്ക്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നീറ്റ് എക്സാം ഒരു ജോക്കായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പം നമ്മളൊക്കെ എൻട്രൻസ് എക്സാം ചെയ്ത സമയത്ത് നമുക്കറിയാം, പക്ഷെ 1-2 ക്വസ്റ്റ്യൻ തെറ്റിയാലും നമുക്കൊരു ദർ ഇസ് എ മാർജിൻ ഓഫ് എറർ. അപ്പോൾ നമ്മൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്തിനാണ് ഇതിനെ ബോർഡ് എക്സാം പോലെ ആക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് എക്സാം മേ ബി കുറച്ചും കൂടി ടഫർ ആയാൽ അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാനില്ല. മിടുക്കരായിട്ടുള്ള ആളുകൾ കുറച്ചും കൂടി നന്നായി കയറിപ്പോവാണ് ചെയ്യുക. അതെ, അവർക്ക് ഒന്നുകൂടി ഒരു വൃത്തികഥ എഴുതാനുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂ. റൈറ്റ്, എല്ലാവരെയും കൃത്യമായി ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ എക്സാം നമ്മൾ ഓൺലൈനിലോട്ട് നിർബന്ധമായിട്ട് മാറ്റേണ്ടതുണ്ട് ഫോർ വാട്ട് എവർ റീസൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസിന്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് എക്സാം കുറച്ചുകൂടി ഇത്രയധികം ലിബറൽ ആക്കാതെ കുറച്ചുകൂടി ടഫർ ആക്കുക എന്നുള്ളത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ആണ്. മാത്രമല്ല ഇവിടുത്തെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് 2, 3, 4 വർഷം സ്പെൻഡ് JA പോലെ ടൈം ലിമിറ്റ് ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല, സമയം സ്പെൻഡ് ചെയ്ത് വരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഹാർട്ട് ബ്രേക്കാണ്. കാരണം എക്സാം എളുപ്പമായതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടാനില്ല. അവരും അതാണ് മനസ്സിലാക്കേണ്ടത്. എക്സാം എളുപ്പമായതുകൊണ്ട് അവർക്ക് നഷ്ടങ്ങളെ ആക്ച്വലി വരാനുള്ളൂ. നന്നായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളെ വരാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. ഞാനിങ്ങനെ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തിയപ്പോൾ അതായത് 25,000 ഒക്കെ ആയിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് ജനറലിൽ വരിക. അപ്പൊ എത്ര മാർക്ക്? 685. EWS വരിക 27,000 ഒക്കെ ആയിരിക്കും. അത് എത്ര മാർക്ക്? 685. ഒരേ മാർക്ക്. സാധാരണ ഒരു മാർക്ക് ഡിഫറൻസ് 2,000. ഇത് ഒറ്റ മാർക്കിന് തന്നെ 3,000, 4,000 ആളുകൾ ഒരൊറ്റ മാർക്കിലുള്ള അവസ്ഥയാണുള്ളത്. ടൈ ബ്രേക്ക് ചെയ്യുന്ന റൂൾസിൽ എനിക്ക് ലാസ്റ്റ് ഏജ് പരിഗണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തോ ചില സ്ഥലങ്ങളിലൊക്കെ അവര് ഇൻക്രീസിങ് ഓർഡർ ഓഫ് റോൾ നമ്പർ ഇട്ടു എന്നൊക്കെ കേൾക്കേണ്ട എനിക്കറിയില്ല. ഞാനത് നോക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടു, എനിക്കറിയില്ല. ലൈക്ക് എങ്ങനെയാണ് ഇത് ടൈ ബ്രേക്ക് ചെയ്യാന്നുള്ളത്, എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇത്തരം എക്സാംസിന് നമ്മൾ ഹാർഡ് ബ്രേക്സ് +2ന്റെ കൂടെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് ടു ഡു.
അപ്പൊ നിങ്ങൾക്ക് ഈ ഹാർട്ട് ബ്രേക്സോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പരമാവധി +2 കൂടെ അത് പോസിബിളും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് +1 +2 കൂടെ ഇരുന്നതാണ്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ എക്സാം വൈസ് ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ കുട്ടികളെ അപ്ബ്രിങ് ചെയ്ത് ഫൗണ്ടേഷനിലൂടെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ റാങ്ക് ഇൻഫ്ലേഷൻ, ഒരു മെജോറിറ്റി ഓഫ് കുട്ടികൾ ഞെട്ടിപ്പോയത് അവരുടെ റാങ്ക് കണ്ടിട്ടാണ്. 650 കിട്ടിയ ആളുകൾ 640, 670, ഈവൻ 700, 710 കിട്ടിയ കുട്ടി പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക എയിംസ് ഡൽഹിയാണ്. അപ്പം പിന്നെയാണ് റിസൾട്ട് വന്നപ്പോൾ, റാങ്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഫുൾ മാർക്ക് കിട്ടിയവർക്ക് പോലും കിട്ടില്ല എന്നുള്ളത്. അപ്പം റാങ്ക് ഇൻഫ്ലേഷൻ എന്നുള്ളതും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ ലോജിക്കലായി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇമോഷൻസിനെ മാറ്റി വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ ഈ സ്കാം ഒക്കെ പറയുമ്പോഴും ഇതൊരു മാസീവ് സ്കെയിലിൽ നടന്നിട്ടുണ്ടോ? മാസീവ് സ്കെയിലിൽ നടന്നിട്ടെങ്കിൽ നമുക്ക് പറയാം അത് റാങ്ക് ഇൻഫ്ലേഷന് കാരണമായിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറെ ടെലിഗ്രാം, കുറെ ചാറ്റുകൾ, സാധനങ്ങൾ കാണിക്കണേ എനിക്കറിയില്ല. എനിക്ക് അതിന്റെ റിലയബിലിറ്റി എത്രത്തോളം, ഒരു ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളുടെ റിലയബിലിറ്റി എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ കമന്റ് ചെയ്യാത്തത്. മേ ബി ഇറ്റ്സ് ട്രൂ, അങ്ങനെയാണെങ്കിൽ ഒരു മാസീവ് സ്കാം നടന്നിട്ടുണ്ട്. അതിന്റെ വിദഗ്ധരെ പറയേണ്ട കാര്യമാണ്. ഇഫ് ഇറ്റ്സ് ഫാൾസ്, ഒരു മാസീവ് സ്കാം അല്ല, ചില സ്ഥലങ്ങളിൽ പോയിന്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കുറച്ച് ആളുകളുടെ, മേ ബി കുറെ ആളുകൾ, പക്ഷെ അതൊരു മാസീവ് അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഈ കുറെ ആളുകൾക്ക് കിട്ടിയതൊക്കെ അവർ നന്നായി പഠിച്ച് അവർ നന്നായിട്ട് എഴുതിയ മാർക്ക് തന്നെയാണ്. അപ്പൊ അതിന് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണണം. എല്ലാവരെയും സംശയത്തിന്റെ നേരിൽ നമ്മൾ നിർത്തേണ്ടതില്ല. പക്ഷേ എക്സാം എളുപ്പമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഒരു 5 വർഷം മുമ്പ് ഒരു 500+ അല്ലെങ്കിൽ 550+ MBBS കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 670+ MBBS കിട്ടാത്ത സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഇൻഫ്ലേഷൻ കണ്ടിട്ടാവണം കുട്ടികൾ റിപ്പീറ്റിംഗ് ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടത്. ദർ ഇസ് നോ മാർജിൻ ഫോർ എറർ. ഒരു മാർക്കിന്റെ ഒരു റൂം പോലും എന്തില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു കെയർലെസ് ആയിട്ട് തെറ്റിക്കാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നമ്മൾ അറിയാതെ ഒന്ന് ബബിൾ ചെയ്തത് മാറിപ്പോകാൻ പാടില്ല. അത്രക്ക് പ്രശ്നമാണ്. ജെഇ പോലുള്ള എക്സാമിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിയാലും നമുക്ക് നല്ല കോളേജ് കിട്ടും. 75% ആവട്ടെ, 70% ട്രേഡ് മാറി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ മാറി പോവില്ല. ഒരു 5 മാർക്കിനൊന്നും നമുക്ക് ചിലപ്പോൾ ഒന്നും സംഭവിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല യൂഷ്വലി. പ്രത്യേകിച്ച് അഡ്വാൻസ് എക്സാമിലൊക്കെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവാറുണ്ട്. വളരെയധികം എഫേർട്ട് ഇടുന്ന ആളും കുറച്ച് എഫേർട്ട് ഇടുന്ന ആളും തമ്മിലൊക്കെ കൃത്യമായി നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. അതിനാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തുന്നത് തന്നെ. യെസ്. അടുത്തതായിട്ട് ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിസൾട്ടോട് കൂടിയിട്ട് കഴിഞ്ഞൊരു 4 വർഷത്തെ നീറ്റ് എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നീറ്റ് എക്സാം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു എക്സാം നമുക്ക് പരിചയമുള്ളത് നമ്മുടെ SSLC എക്സാമാണ്. അപ്പോൾ SSLC എക്സാമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും നന്നായിട്ട് ആദ്യം മുതൽ പഠിച്ചാലും A+ ആണ് കിട്ടുക. ഇനി തലേന്ന് പഠിച്ചാലും നിങ്ങൾക്ക് A+ കിട്ടുന്നവരുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മൾ അതിനെപ്പോഴും പറയാറുണ്ട്, ഇത് എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സ്കൂളിലെ എക്സാം ഒരു ക്വാളിഫയിങ് എക്സാമാണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളേ ഉള്ളൂ എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് നീറ്റ് എക്സാം ശരിക്കും അതിൽ ചേഞ്ച് എന്തായാലും വരേണ്ടത് തന്നെയല്ലേ? അതെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, എന്തായാലും അത് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ്, ആളുകൾക്ക് തന്നെയാണ് നഷ്ടം. ഈസി ആയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈസി ആവുകയാണ്. ടഫ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ടഫ് ആകും. അൾട്ടിമേറ്റ്ലി എത്ര ഗവൺമെന്റ് സീറ്റുകളുണ്ടോ ആ കുട്ടികൾ കയറി വരണം. അതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് പ്രൂവ് ചെയ്യാനൊരു അവസരം വേണം. ഈ 67 ആളുകളിൽ തന്നെ അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഒരു അവസരം ഇല്ലാത്തൊരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഫൈനലി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോയിങ് ഫോർവേഡ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2025 മുതൽ NTA നിർബന്ധമായിട്ടും നീറ്റിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന ഷോക്കിംഗ് റിസൾട്ട് എല്ലാം ഒഴിവാക്കാനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പറ്റുന്നുണ്ടെങ്കിൽ NTA അടുത്ത് ഒഴിവാക്കി കൊടുക്കണം. അതാണ് ആദ്യമായി പറയാനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണ് CBSE NTA മാറ്റിയത്. രണ്ടാമത്തത്, ഇത് ഓൺലൈനിലോട്ട് കൊണ്ടുവരും. ഓൺലൈനിലോട്ട് കൊണ്ടുവന്നാൽ ഇതിലുള്ള ഒരുപാട് പരാതികൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ഈ പ്രിന്റിങ്ങിലും പ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നിടത്തും ഇങ്ങനെ ഒരുപാട് ലീക്കിങ്ങിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കുറക്കാൻ പറ്റും. മൂന്നാമതായിട്ട് പറയാനുള്ളത്, എക്സാം കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറ്റണം. അവർക്ക് എഫേർട്ട് ഇടുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടാവുന്ന രീതിയിലോട്ട് നമ്മൾ ഈ എക്സാമിനെ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ ഒരുപാട് നീറ്റ് എക്സ്പേർട്ടുകൾ, ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു 50 മാർക്കോളം ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ബയോളജിയിലൊക്കെ വന്നു. അതും ശരിക്കും ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ഇൻഫ്ലേഷനെ ഇൻഫ്ലുവൻസ്. പിന്നെ റാങ്ക് ഇൻഫ്ലേഷൻ ചെയ്ത മറ്റൊരു കാര്യമാണ് ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളത്. അതായത് 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 180 എഴുതിയാൽ മതി. അപ്പോൾ ടഫ് ആയിട്ടുള്ളതൊക്കെ കുട്ടികൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകും. ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ JEE മെയിൻ പോലെ തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ലീക്കാക്കുക എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, മൾട്ടിപ്പിൾ എക്സാമുകൾ ഉണ്ടാകും. അത് നോർമലൈസ് എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പേപ്പർ ഉണ്ടെങ്കിലല്ലേ ലീക്കിംഗ് എന്നുള്ളതിന് ഒരു വലിയൊരു പോസിബിലിറ്റി ഉള്ളത്. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായ മെത്തഡോളജി ഉണ്ടാക്കാൻ പറ്റും. എവിടെ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യണം, അത് കോപ്പി ചെയ്യാതിരിക്കാനും ഒക്കെ ഡിജിറ്റലി നമുക്ക് സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ടാവും. അത് നമുക്ക് റീയൂസ് ചെയ്താൽ മതിയാവും. ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പൊ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് കൂടുക തന്നെ വേണം, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഇത്രയും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടും ഒരു നല്ല ഗവൺമെന്റ് സീറ്റിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് എന്താണ്, ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. അപ്പം ഈ ഒരു റിസൾട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് കറന്റ് സിനാരിയോയിൽ
ഇനിയിപ്പം കുട്ടികൾ റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷം നാലാമത്തെ വർഷം ട്രൈ ചെയ്യണോ എന്നുള്ളതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പം ഇനി ഞാൻ എന്ത് ചെയ്യണം? 650 കിട്ടിയ കുട്ടികൾ 640 കിട്ടിയ കുട്ടികളൊക്കെ ആലോചിക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യാന്നുള്ളതാണ്. എക്സാം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ റിപ്പീറ്റിംഗ് റിപ്പീറ്റിംഗ് കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള സംഭവമാണ്. നന്നായി ആലോചിച്ച് നിങ്ങൾ MBBS മാത്രം ആലോചിച്ചൊരു കോഡ് മനസ്സിലെടുക്കരുത് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ബാക്കി ഓപ്ഷൻസ് കൂടി ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് റിപ്പീറ്റിംഗ് അങ്ങനെ ഒക്കെ പോവാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ 700 വേണ്ടി നമുക്ക് എഫേർട്ട് ഇടാം. ബട്ട് ഈ എക്സാം ഇങ്ങനെ എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഹാർഷ് റിയാലിറ്റിയാണ്. ഐ ഹോപ്പ് ദാറ്റ് വിൽ ചേഞ്ച്. അങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തക്ക കാരണങ്ങളൊന്നും നമുക്ക് വിസിബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്, പാറ്റേൺസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ അതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റിംഗ് മറ്റൊക്കെ റിസ്ക്കിയാണ്. കാരണം 3 വർഷം പഠിച്ച ആളും 2 വർഷം പഠിച്ച ആളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എക്സാമിലില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസം 16 മണിക്കൂർ പഠിച്ച ആളും 8 മണിക്കൂർ പഠിച്ച ആളും തമ്മിലൊന്നും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള എക്സാം ഇല്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു കെയർലെസ് മിസ്റ്റേക്ക് വരുത്തിയോ, അതല്ലെങ്കിൽ ഒരു ആൻസർ ഒന്ന് ബബിൾ ചെയ്തത് മാറിപ്പോയോ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സെന്ററിലേക്ക് കയറാൻ വൈകിപ്പോയോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫൈനലി മാറ്റർ ചെയ്യുന്നത്. അല്ലാതെ ഒരു കുട്ടിയുടെ നോളജ് അല്ല എന്നുള്ളത് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കറൻ്റ്ലി കുട്ടികൾക്കിടയിലും പാരൻസിൻ്റെ ഇടയിലൊക്കെ ഡിസ്കഷനിലുള്ള ഒരുപാട് പോയിന്റ്സ്, ഒരുപാട് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടുള്ളൊരു ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾ അജ്മൽ സാറിൻ്റെ ചാനൽ ഒരുപാട് ആളുകൾക്ക് പരിചയമുണ്ടാകും. അൺലേൺ വിത്ത് അജ്മൽ, ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ X&Y ലേണിംഗ് ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി പരിചയമുള്ള സ്ഥാപനം തന്നെയാണ്. നമ്മൾ ഓൺലൈനായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നേരത്തെ തന്നെ മാത്സിലും സയൻസിലും ഒക്കെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ആക്ച്വലി സൊല്യൂഷൻ. ഇപ്പോൾ ജെയിലടക്കം അഡ്വാൻസ്ഡ് എക്സാമിലടക്കം ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ തന്നെയാണ്. പല ആളുകളും +1 എത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, +2 കഴിഞ്ഞിട്ട് ആലോചിക്കുന്നവരുണ്ട്. അതൊക്കെ വളരെ വൈകി തന്നെയാണ്, ഒരുപാട് ലേറ്റ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. സോ ഈ ഒരു ഡ്രീം മനസ്സിലുണ്ടെങ്കിൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഫീൽഡിലേക്കൊക്കെ ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ ഭാവിയിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഹൈസ്കൂൾ തൊട്ട് തന്നെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ അതിലേക്കുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഒഫീഷ്യൽ നമ്പറുകളും അതുപോലെ തന്നെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ ബാച്ച് അഡ്മിഷൻ ഈ ഒരു മന്തോട് കൂടി തന്നെ ഏകദേശം ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക.